ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ ഒരിക്കൽ ഇവിടെ വാർഡ് ഇലക്ഷൻ വന്നെയാണെങ്കിൽ, പഞ്ചായത്ത് ഇലക്ഷൻ വന്നെങ്കിൽ, BJPയുടെ സ്ഥാനാർത്ഥി ഈ വാർഡിലുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങും, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താ? ഇവർ രണ്ടുപേരും നമ്മൾ ചവിട്ടി താത്തനല്ലേ. ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങി താഴുന്ന സമയത്ത് ഞങ്ങളെ കൈ പിടിച്ചൊന്ന് ഉയർത്താൻ വേണ്ടി ഇവർ വന്നാ. ഇവർ ഞങ്ങളെ ചവിട്ടി താഴ്ത്തനായിരുന്നു. കോൺഗ്രസിന്റെ കാര്യം പറയാ. ഹൈബീഡൻ ഇവിടെ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഞാൻ പാർലമെന്റ് ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്തു തരാം, അങ്ങനെ മറിച്ച് തരാം, തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അയാൾ ചെന്നിട്ട് ഞങ്ങൾക്ക് എതിരല്ലേ ചെയ്യുന്നത്. ഹൈബീഡൻ പാർലമെന്റ് ചെന്നാൽ ശരിയാവുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു പോയത് തുടർന്ന് MP ആയി. ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെയും ഈ സമരപ്പറമ്പിലേക്ക് അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലേക്ക് എത്തിയിട്ടില്ല. അവർ വരാത്തതിന്റെ കാര്യം എന്താണെന്നറിയില്ല. ഹരിതകർമ്മ സേനയുടെ ടീം എല്ലാ മാസവും ഞങ്ങൾ ഇന്നിപ്പോൾ 50 രൂപ വെച്ച് പിരിവ് കൊണ്ടുണ്ട്. ഇനി നാളെ മുതൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 50 രൂപ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ കരം സ്വീകരിക്കണില്ല നേരവണ്ണം. പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ പഞ്ചായത്തിന് വേണ്ടി പൈസ കൊടുക്കണത്? പഞ്ചായത്ത് പ്രസിഡന്റിന് വരാത്ത കൊടുത്ത് ഞങ്ങൾ പഞ്ചായത്തിനെ വളർത്തിയിട്ട് എന്തിനാണ്? ഞങ്ങൾ ഇത്രയും നാൾ ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ ഒരിക്കൽ ഇവിടെ വാർഡ് ഇലക്ഷൻ വന്നെയാണെങ്കിൽ, പഞ്ചായത്ത് ഇലക്ഷൻ വന്നെങ്കിൽ, BJPയുടെ സ്ഥാനാർത്ഥി ഈ വാർഡിലുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങും, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താ? ഇവർ രണ്ടുപേരും നമ്മൾ ചവിട്ടി താത്തനല്ലേ. ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങി താഴുന്ന സമയത്ത് ഞങ്ങളെ കൈ പിടിച്ചൊന്ന് ഉയർത്താൻ വേണ്ടി ഇവർ വന്നാ. ഇവർ ഞങ്ങളെ ചവിട്ടി താഴ്ത്തനായിരുന്നു. കോൺഗ്രസിന്റെ കാര്യം പറയാ. ഹൈബീഡൻ ഇവിടെ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഞാൻ പാർലമെന്റ് ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്തു തരാം, അങ്ങനെ മറിച്ച് തരാം, തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അയാൾ ചെന്നിട്ട് ഞങ്ങൾക്ക് എതിരല്ലേ ചെയ്യുന്നത്. ഹൈബീഡൻ പാർലമെന്റ് ചെന്നാൽ ശരിയാവുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു പോയത് തുടർന്ന് MP ആയി. ഇതിനുശേഷം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് വന്നത് VD സതീശൻ പറഞ്ഞെന്താണ്? കേന്ദ്രത്തിലൊന്നും നടക്കൂല, കേരളത്തിലെ നടക്കുള്ളൂ. പിണറായി വിജയന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളു. ഓരോരുത്തർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് വരാൻ പോകുന്നത് ഇപ്പൊ അൻവർ പോയ സമയമാണ് പുള്ളി വന്നത് ഇവിടെ. അന്നേരം പുള്ളി പറഞ്ഞെന്താണ്? അപ്പൊ ഈ CPMന്റെ പാർട്ടി മാർക്സിസ്റ്റ് കാലം കഴിഞ്ഞ് അടുത്ത് ഞങ്ങളാണ് ഭരണത്തിൽ വന്നത്. 1.5 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ വന്ന് ശരിയാക്കാന്ന്. അപ്പൊ ഞങ്ങൾ വീണ്ടും മണ്ണന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൊച്ചനിയനാണെന്നും പറഞ്ഞാണ് ഹൈബീഡിനെ പരിചയപ്പെടുത്തിയത്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്നത്. ഗതി കെട്ടപ്പോൾ ഐക്യദാർഢ്യം എന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഗതി കെട്ടപ്പോഴാണ് VD സതീശൻ ഇവിടെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. എന്നിട്ട് കൊച്ചനിയനെ കുറ്റം പറയാണ്, പാർലമെന്റ് ഒന്നും നടക്കൂലെന്ന്. ഞങ്ങളോട് പറഞ്ഞത് ഹൈബീഡൻ അനിയൻ പോയ ഹൈബീഡൻ ചെന്ന് കഴിഞ്ഞാൽ ശരിയാക്കി തരാന്ന് പറഞ്ഞു. മുനമ്പത്തുകാർ മുഴുവൻ ഇപ്പൊ BJP വോട്ട് ചെയ്യുന്ന പറയുന്നതിന്റെ കാരണം എന്താ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ അവരാണുള്ളത്. അതിന്റെ പേരിൽ മാത്രം ഞങ്ങൾ പിടിച്ചു ഉയർത്താൻ, ഈ കടലിൽ മുങ്ങിപ്പോണ ഞങ്ങൾ പിടിച്ചു ഉയർത്തിയത്, കൈ തന്നത് അവരാണ്. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് അവരോട് മര്യാദ സ്നേഹം എല്ലാനുണ്ട്. ഞങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഞങ്ങൾ വേറെ എങ്ങും പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ഈ പള്ളിമുറ്റത്തിന് സമാധാനപരമായ ഒരു സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിനെ വർഗീയവൽക്കരിച്ച ആരാണ്? ഈ VD സതീശൻ. വർഗീയവാദികൾ എന്ന് വരെയും ഞങ്ങളുടെ ഇവിടുത്തെ സഖാക്കന്മാരെ വരെ ഞങ്ങളുടെ താണിയത്തച്ഛനെ കുറ്റം പറഞ്ഞു. എന്താണ് സംഭവം? അതെന്തായിരുന്നു കാരണം? എന്തായിരുന്നു? അച്ഛൻ സുരേഷ് ഗോപി വന്നപ്പോൾ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് ഒരു ബോട്ട് അഴീക്കോട് കോസ്റ്റൽ പോലീസ് പിടിച്ച്, അതിന് മനോരമയിൽ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, അച്ഛൻ പറഞ്ഞു കറക്റ്റ് ഡേറ്റ്. ആ ഡേറ്റ് അതിനുശേഷം എന്താണ് നിയമ നടപടികൾ എന്തായെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല, അറിയില്ലെന്ന് പറഞ്ഞ അച്ഛന്. അത് പറഞ്ഞതിന് അച്ഛന്റെ പേരിൽ ഇപ്പൊ കേസുണ്ടെന്നാണ് പറയുന്നത്. അച്ഛനെ കുറിച്ച് അത് അവര് നമ്മുടെ സഹാക്കളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വെള്ള നൈറ്റിയിട്ട വർഗീയ വിഷയങ്ങൾ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങളുടെ അച്ഛന്മാരെ കുറിച്ച് വെള്ള നൈറ്റ് ലോഹയിട്ടെന്ന് പറഞ്ഞോട്ടെ, വർഗീയ വിഷയങ്ങൾ എന്ന് എല്ലാവരും പറഞ്ഞു. അവരെന്തുട്ടാ വർഗീയത പറഞ്ഞുവിടാ? ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതാ. അതാണ് വർഗീയത. ഞങ്ങൾ ആരെ കുറിച്ചും വർഗീയത പറയാനില്ല. ഞങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ആരും വർഗീയത പറയാനില്ല. ഞങ്ങൾ ജനിച്ച നാടിന് വേണ്ടി ഞങ്ങളുടെ കാരണന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ 1-ാം വാർഡിൽ എൻ്റെ 5 വയസ്സുള്ളപ്പോൾ എൻ്റെ വീടിൻ്റെ പെരവാർപ്പ് നടക്കുന്നത്. അന്ന് കോൺക്രീറ്റിന് കല്ല് കൊണ്ടുവന്നിട്ട് അപ്പൻ രവീന്ദ്രപാലം എന്ന് പറഞ്ഞ പാലും ഇല്ല. പാർപ്പിന്റെ അന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മ ഉള്ളത് ആവശ്യം നടക്കണമെന്ന്. വീടുണ്ടാക്കിയ കാര്യം എനിക്ക് ഓർമ്മയും കൂടിയില്ല. കല്ല് പൊടിച്ച് മിറ്റലുണ്ടാക്കിയാണ് ആ വീട് വാർത്തക്കണം എന്ന് പറഞ്ഞാൽ. ആ 700 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടി പുള്ളിയൊക്കെ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാവുമെന്ന്. എനിക്കിപ്പോൾ 48 വയസ്സായി. അപ്പൊ 41 കൊല്ലം മുമ്പാണ് എൻ്റെ വീടിന്റെ ആദ്യത്തെ പെരവാർപ്പ് കോൺക്രീറ്റ് നടന്നേക്കണം, വാർക്കല് ഹൗസ് വാമിങ് നടന്നത്. അപ്പൊ അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇവിടെ ഉപ്പുള്ളമായിരുന്നു. അവരൊക്കെ 1 കിലോമീറ്റർ നടന്ന് പോയി ചുമന്ന് കൊണ്ടുവന്നാണ് ഈ നനക്കലും പിടിക്കലും എല്ലാ കാര്യങ്ങളും. ആ ഭൂമി നഷ്ടപ്പെട്ടു ഞങ്ങൾ അനുവദിക്കൂല. ഞങ്ങളെ കാരണന്മാരുണ്ടാക്കിയ വീടുകളാണ് ഞങ്ങൾക്കുള്ളത്. അത് നഷ്ടപ്പെട്ടു ഞങ്ങൾ അനുവദിക്കൂല. ഈ ഭൂമിയിൽ ഞങ്ങൾ പോവില്ല. അവസാനം മരണം വരെ ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ അച്ഛൻ വികാരി അച്ഛൻ എന്ത് പറയുന്നു അതിനെതിരെ ഞങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കുക. അച്ഛൻ പറയുന്ന നിമിഷം മാത്രമേ ഞങ്ങൾ സമരം നിർത്തുള്ളൂ. അതുവരെ ഞങ്ങൾ മുന്നോട്ടുണ്ടോ. രാജ്യത്തിന്റെ
വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പം നിവാസികൾ ഇന്ന് വഖഫ് ബോർഡിന്റെ ഒരു കോലമുണ്ടാക്കിക്കൊണ്ട് അത് കടലിൽ കെട്ടിത്താഴ്ത്താനുള്ള രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധവുമായിട്ട് ഇറങ്ങിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുനമ്പത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയും വഖഫ് ബോർഡിനെതിരെയുമാണ് കരുത്തുറ്റ രീതിയിലുള്ള ഈ ഒരു സമര പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഈ ഒരു കൂട്ടായ്മ സമരവേദി മുനമ്പം സമരവേദി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.